പ്രിയപ്പെട്ട ബിസിനസ്സുകാരെ, നിങ്ങൾക്കുള്ള ഒരു വിലയേറിയ ഇൻഫർമേഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, മെയ് മാസം അവസാനം വരെ നമുക്ക് ലൈസൻസ് പുതുക്കാനുള്ള സമയം തന്നിട്ടുണ്ടെന്ന്. പക്ഷേ ആരും മെയ് അവസാനം വരെ ലൈസൻസ് പുതുക്കാനായിട്ട് കാത്തിരിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾക്ക്, അതായത് ഓരോ മാസം പ്രൊഫഷൻ ടാക്സ് നിങ്ങൾ നേരത്തെ തന്നെ അടയ്ക്കണം. പ്രൊഫഷൻ ടാക്സ് അടയ്ക്കേണ്ട ഒരു വർഷത്തിൽ 2 ടേമായിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഈ 2 ടേമായിട്ട് അടയ്ക്കുമ്പം ഈ 2 ടേമിൽ ഒരു ടേം നിങ്ങൾ അടച്ചിട്ടുണ്ട്, അടുത്തൊരു ടേം അടച്ചിട്ടില്ല എങ്കിൽ ആ ഓരോ മാസത്തിനും നമ്മൾ 2% വെച്ച് എക്സ്ട്രാ പൈസ അടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രൊഫഷൻ ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റൊരു അറിവെന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ലൈസൻസ് പുതുക്കാനായിട്ട് പോയപ്പം അറിയാൻ കഴിഞ്ഞ എനിക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. നിങ്ങൾ ഒരേ നഗരസഭയുടെ കീഴിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ കീഴിൽ നിങ്ങൾ 2 വ്യത്യസ്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ബിസിനസ്സിനും കൂടെ ഒറ്റ പ്രൊഫഷൻ, നിങ്ങളുടെ പേരിൽ തന്നെയാണ് ലൈസൻസ് എങ്കിൽ ഒറ്റ പ്രൊഫഷൻ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചോദിച്ചറിയുക. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്കിന്ന് അവിടുന്ന് കിട്ടിയ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ലൈസൻസ് പുതുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുതുക്കി കിട്ടുവാണെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം.